ഊരാളി ഉണ്ടായിരുന്നു. ആ ഒരു കൾച്ചർ ഇവിടെ സെറ്റ് ചെയ്തത് ഊരാളിയാണ്. വേടൻ പോലെയുള്ള റാപ്പർ വന്നതുപോലെ അല്ലേ, അവരുടെയൊക്കെ തുടക്കം ഊരാളി എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ്. അപ്പം ഞാനിവിടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ആർട്ട്ഫുൾനെസ്സിനെ കുറിച്ച് പറയുന്നതിൻ്റെ കൂടെ ഊരാളി എന്നുള്ള ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തതിനെ കൂടെ ഒന്ന് പറയണം. എങ്ങനെയാണ് ഊരാളി പോലെ ബ്രാൻഡ് കേരളത്തിലെ ഏറ്റവും ഫേമസ് ഫസ്റ്റ് റാപ്പർ ബ്രാൻഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ആർട്ട് എങ്ങനെ, മാർക്കറ്റിംഗിൽ ആർട്ട് എങ്ങനെ. വെൽക്കം സജി, കോ ഫൗണ്ടർ ഊരാളി. Good afternoon, everybody. എല്ലാവർക്കും വണക്കം. I hope everybody understands Malayalam here. I think no. Does everybody understand Malayalam? No. So I'll keep switching between Malayalam and English for your convenience also, since there is no translation. Thank you, Brian Swami, for inviting me to this Founders Dilemma. Actually, ഞാനൊരു Founders Dilemma-യിലാണ്. ഞാനൊരു പുതിയ സാധനം തുടങ്ങി കുടുങ്ങിയെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര ഹോപ്പ്ഫുൾ ആണ്, അതേ സമയത്ത് ഇത് എവിടെ കാലത്തേക്ക് വീഴാന്ന് അറിയാനും പാടില്ല. സോ യു നെവർ നോ. ഇറ്റ്സ് കൈൻഡ് ഓഫ് വാട്ട് യു സേ ജിഗ്മ റോഡ്. സോ ഹൗ ഊരാളി കെയിം ഇൻടു ബീയിങ്. ഊരാളി എങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ പെട്ടെന്ന് പൊട്ടി വീണ പോലെ തുടങ്ങിയത്. ഇറ്റ് വാസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടു പീപ്പിൾ മീറ്റിംഗ് ഈച്ച് അതർ. ഞാനും ഞങ്ങളുടെ ഊരാളിയുടെ കോ ഫൗണ്ടർ, ഞാനും മാർട്ടിനുമാണ് ഇതിന്റെ കോറായിട്ട് നിൽക്കുന്ന രണ്ട് മനുഷ്യന്മാർ. അപ്പോ I got a grant from Indian Foundation for Arts to create a performance based on Kadamarita's poetry. Appo in the same grantee meeting there was Martin with the bus project. Oru bus oru theatre space aaki naadu mulan nadannu perform cheyyunnathu pullide idea. So he actually had a Chilean musician on his road, but aa Chilean musician പുള്ളിക്കാരൻ അവിടെ പോവായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നിരുന്നപ്പോ മാർട്ടിൻ ആദ്യം വിചാരിച്ചിരുന്നത് ഏതോ ബംഗാളിയാണെന്നോ, ഞാൻ മലയാളിയാണെന്ന് ആൾക്ക് മനസ്സിലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നിരുന്ന ഒരു മലയാളം പാട്ട് കിട്ടാതെ ഞാൻ എവിടെ പോകുമ്പോഴും ഇതും കൊണ്ടാണ് പോകുന്നത്. കാരണം ഇതാണ്, ദിസ് ഇസ് മൈ ടൂൾ, ദിസ് ഇസ് മൈ വാട്ട് യു സേ മൈ ടാലിസ്മാൻ ഓഫ് കോൺഫിഡൻസ്. അപ്പൊ എവിടെ പോകുമ്പോഴും ഐ ടേക്ക് മൈ ഗിറ്റാർ even if I'm going for proposals or presentations, because I think songs can tell more stories than like a whole paragraph ever can. So I always believe in that. അപ്പൊ ഞങ്ങൾ കണ്ടുപിടിയപ്പോൾ മാർട്ടിൻ wanted me to compose music for his new play. അങ്ങനെയാണ് ഊരാളി സ്റ്റാർട്ട് ചെയ്തത്. ഊരാളി was a band or a group of musicians created to perform the music live for a theatre production. അങ്ങനെയാണ് ഊരാളി തുടങ്ങിയത്. So what happened was the theatre stopped in the way. ഡ്രാമ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വഴിയില്ല. കാരണം ഡ്രാമ it was difficult to take forward because wherever you go and perform drama all over Kerala or all over India, it's the same crowd who is coming to watch. But music was different. ഞങ്ങൾ ആ തിയേറ്ററിന് വേണ്ടിയിട്ട് we created 4 or 5 songs and they started becoming slowly popular and we started getting more shows, and then slowly from a theatre platform ഞങ്ങൾ ഒരു music platform ആയി മാറി. Then we connected with lot of artists across India, across Kerala. അങ്ങനെ വളരെ ഓർഗാനിക് ആയിട്ടാണ് ഞങ്ങൾ വളർച്ചത്. We never thought also marketing എന്ന് പറഞ്ഞ വേർഡോ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞ വാക്കോ ഒന്നും നമ്മുടെ മനസ്സിലേ വന്നിട്ടില്ല. We were just some passionate people following our dream. All of us wanted to do art, so we got together and started doing it, and it started working. അപ്പൊ ആദ്യം ഒരു പാട്ടാണ് ഞങ്ങള് ഒരു ഫോർ ഫ്രണ്ടിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ മീഡിയ അറ്റൻഷൻ. നേരത്തെ പറഞ്ഞ സ്റ്റോറി, ബിക്കോസ് like her story of creating soaps, ഒരു പാട്ട് suddenly people started noticing it. ഞാൻ ഇത് രണ്ട് വരി മൂളാം. Many of you might have heard this song. I'm not sure, but രണ്ട് വരി മൂളാം. I am not a singer per se, but ഞാൻ പാട്ടുകൾ ഉണ്ടാക്കുന്ന ആളാണ്. പാടുന്നവർ വേറെ ഉണ്ട്. ആ നേരത്തെ കണ്ട ഫോട്ടോയിലുണ്ട് 2-3 ആൾക്കാരാണ് പാടുന്നത്.
രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു പറഞ്ഞു ഞാൻ പിറ്റേ നാൾ കുഞ്ഞിക്കിളിയെ പിടിക്കാനായി കാലം പൂച്ച പുലർന്നു. നാലാം നാളുറക്കത്തിൽ കാലം പൂച്ചയെ കണ്ടു കരഞ്ഞു ഞാൻ. കുഞ്ഞിക്കാലുകൾ കുഞ്ഞിച്ചിറകുകൾ പരവേശത്താൽ തളർന്നു. കുഞ്ഞിക്കാലുകൾ കുഞ്ഞിച്ചിറകുകൾ പരവേശത്താൽ തളർന്നു. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട്? ഓക്കെ, സമ്മാനം. So this song changed kind of the world for us. So we were getting a lot of shows. It started building momentum. ഇങ്ങനെ ഞങ്ങൾക്ക് കുറേ വേദികൾ കിട്ടി. പിന്നെ അതുപോലെ തന്നെ we were always socially and politically active. ഞങ്ങൾക്ക് മനുഷ്യരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയം കണ്ടു കഴിഞ്ഞാൽ we always try to become the voice of the voiceless. അതായത് ആൾക്കാർക്ക് പറയാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ there we would reach and become their voice. കാരണം പാട്ടുകൾ automatically brings more attention, like you were saying earlier. അപ്പോൾ ഒരു സമരം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ മനുഷ്യർക്ക് വേണ്ടി പോയിട്ട് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആയിട്ട് അവിടെ നിന്ന് പാടിയ automatically the media attention comes there and automatically that problem gets more leverage than it was getting actually. അപ്പോൾ ഇങ്ങനെ ഒരു വളർച്ചയാണ് ഊരാളിയിലുണ്ടായത്. പിന്നെ ഊരാളിയുടെ വളർച്ച എന്ന് പറയുന്നത് we were always supporting a lot of new talents. അത് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വരുന്ന ആർട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഏതൊരു മനുഷ്യനോ മനുഷ്യത്തെയോ വന്നാലും we would open our doors and we would open our resources whatever we had. ഞങ്ങളുടെ എന്താണോ ഉള്ളത് we would share that. And ഇപ്പോൾ വേടൻ is whom everybody is talking about because he became a superstar or he became the first independent music icon ആയി തീർന്നു. But വേടന് മുമ്പേ there are so many bands that we have supported. It's been a process. So ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് that is the story of ഊരാളി. What I am right now here is ഞങ്ങള് for many years we have been doing a program called Artfulness. ഞങ്ങൾ ഈയിടെയാണ് അതിന് Artfulness എന്ന് പേരിട്ടത്. We started calling it Artfulness. But I started thinking about Artfulness very seriously post Corona. അതായത് post Corona there has been a lot of emphasis on human well-being inside work cultures and also a demand for creativity. Okay. ഒരു പ്രത്യേക കാലം കഴിഞ്ഞപ്പോഴത്തേക്കും we understood that there is a lot of demand for well-being and creativity inside work cultures. അപ്പോൾ എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് പ്രൊഡക്ടിവിറ്റി വേണം, ക്രിയേറ്റിവിറ്റി വേണം. ഇനി AI യുഗമാണ് വരുന്നത്. നിങ്ങൾക്ക് ഏജന്റുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റണം, അവരെ മാനേജ് ചെയ്യാൻ പറ്റണം, വിഷണറി ആവണം, ഡിസൈൻ തിങ്കിങ് വേണം. പക്ഷെ സ്കൂളിലും കോളേജിലും വീട്ടിലും ഒന്നും പഠിപ്പിക്കാത്ത ക്രിയേറ്റിവിറ്റി പെട്ടെന്ന് ജോലി ചെയ്യാൻ പോകുമ്പോൾ എവിടുന്നാണ് ഉണ്ടാവുകയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ I thought we had a solution for that because I have worked in lot of corporate organizations. കാരണം എനിക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. I am not just a lone artist. ഉച്ചയ്ക്ക് പൊന്നിരിക്കുന്ന പോലെ ഇവിടെ വന്ന് നിൽക്കുന്നതല്ല. ശരിക്കും I left as an assistant manager of training and I was taking care of two states. കേരളത്തിലെ തമിഴ്നാടിന്റെ entire സാംസങ്ങിന്റെ ട്രെയിനിങ് ഓപ്പറേഷൻസ് ഞാനാണ് റൺ ചെയ്തിട്ടുള്ളത്. പിന്നെ ഗിറ്റാർ വായിക്കാൻ പോലും സമയം കിട്ടാണ്ടായപ്പോഴാണ് അത് വിട്ടത്. കാരണം 24 മണിക്കൂറും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഐ സ്റ്റാർട്ടഡ് ലൂസിങ് മൈ പാഷൻ. ഓക്കെ, സോ ഐ കം ബാക്ക് ടു ക്രിയേറ്റിവിറ്റി. ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. സോ ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ആർട്ടിസ്റ്റുകളെല്ലാം കൂടിയിട്ട് ആർട്ട്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു പ്രപ്പോസൽ വെക്കുന്നത്. ആർട്ട്ഫുൾനെസ് ഇസ് എ പ്രോഗ്രാം വേർ the teams transform into communities. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രൊഡക്ടിവിറ്റി എന്ന് പറയും, സ്ട്രെസ് ഉണ്ടെന്ന് പറയും, നമ്മുടെ ടീമുകൾ നമ്മുടെ വിഷൻ മനസ്സിലാക്കുന്നില്ല എന്ന് പറയും, എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയില്ല, അവർ ടോട്ടലി ഹൈറാർക്കി ഡിപെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ല, ക്രിയേറ്റീവ് ആവുന്നില്ല. ദിസ് ഇസ് എ റെഗുലർ തിങ് ബിക്കോസ് during the process of developing this product I have been speaking to ഇഷ്ടംപോലെ ബിസിനസ്സുകാരോടും ആർട്ടിസ്റ്റുകളോടും HR മാനേജേഴ്സിനോടും ഒക്കെ സംസാരിച്ചതിന്റെ ഫലമായിട്ട് കൂടിയാണ് we have developed a project
capabilities. അതായത് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് എങ്ങനെയാണ് okay, this is one of the most important things that I have understood over the years. നമുക്ക് എല്ലാവർക്കും പ്രൊഡക്ടിവിറ്റി വേണം, പ്രോഫിറ്റ് വേണം, മണി വേണം. പക്ഷേ what we don't realize is that money does not make money. Even machines, how much ever great IT products you have or machines you have or agents you have, they are not going to make money for you. Actually, people make the money. And who are these people? ഈ ആൾക്കാർ നമ്മുടെ വേണ്ടി വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് they are അവരൊരു ടീമിനകത്താണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് ദീസ് ടീംസ്, ഈ ടീമിനെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ആവുക എന്നത് പറയുന്നതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഹൗ ടു ട്രാൻസ്ഫോം ദീസ് ടീംസ് ഇൻടു എ കമ്മ്യൂണിറ്റി. വാട്ട് ഈസ് എ കമ്മ്യൂണിറ്റി ഇൻ ഹംപി? ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ that community understands each other. People have a psychological safety. അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനും അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ എവിടെയാണ് നമ്മൾ നമ്മുടെ ടീംസിന് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? സോ ബേസിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് നമ്മുടെ ഓരോ ഓർഗനൈസേഷനിലും, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഓർഗനൈസേഷനിലും അതേപോലെ തന്നെ ഞാൻ ഇപ്പം സംസാരിക്കുന്ന ഫൗണ്ടേഴ്സ് ആയാലും പീപ്പിൾ ഹു റൺ ദെയർ ഓൺ ബിസിനസ്സസ്, they need their teams to be a cohesive unit. അപ്പോൾ ഈ cohesive unitനെ ആവാതിരിക്കുന്ന അല്ലെങ്കിൽ why they are not becoming a cohesive unit എന്ന് അന്വേഷിക്കുമ്പോൾ these are the factors that I found out or during my research. These are the things that I understood. ഒന്ന്, നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ടീംസ് എന്ന് പറയുന്നത് ഹൈലി ഫ്രാഗ്മെന്റഡ് ആണ്. ഹൈലി ഫ്രാഗ്മെന്റഡ് എന്ന് പറയുന്നത് the founder wants them to be a community, but the core team that you work with, they are highly fragmented. How are they fragmented? Teams coexist ആണ് ചെയ്യുന്നത്. അപ്പൊ ട്രൂലി അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടോ, അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടോ? സെക്കൻഡ്, കൊളാബറേഷൻ എന്ന് പറയുന്നത് പെർഫോമേറ്റീവ് ആണ്. നമ്മൾ പലയിടത്തും, ഇപ്പൊ ഞാൻ തന്നെ വർക്ക് ചെയ്യുന്ന പല ടീമുകളിലും what I have seen is most of the collaboration എന്ന് പറഞ്ഞാൽ പെർഫോമേറ്റീവ് ആണ്. അതായത് ഞങ്ങൾ പണി എടുക്കുകയാണ് എന്ന് ആൾക്കാരെല്ലാവരെയും കാണിക്കുന്നുണ്ട്, ബട്ട് ആർ ദേ റിയലി പെർഫോമിംഗ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ സൈലോസ്, അതായത് ടീമിന്റെ ഉള്ളിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ടീമുകൾ. ഈ കുഞ്ഞു കുഞ്ഞു ടീമുകൾക്കെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും നമ്മുടെ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സും അലൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത വിഷയം. That stress is one of the major causes of employee burnout. നമ്മൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ whenever we are starting a process, most of the employees are under stress. ഈ സ്ട്രെസ്സിന്റെ ഒരു മേജർ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 3-4 ലക്ഷം വർഷമായി ഹ്യൂമൻസ് ഇവോൾവ് ആയി ഈ സ്ഥലത്തെത്തി. ബട്ട് ടിൽ the industrial revolution we have always lived inside communities. ഈ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കമ്മ്യൂണിറ്റീസിൽ വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും ഒരിക്കലും ഡിവൈഡഡ് അല്ലായിരുന്നു. പേഴ്സണൽ ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫ് were one and the same. എല്ലാവരും കൂടി വേട്ടയ്ക്ക് പോകും, അത് പങ്കുവയ്ക്കും അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യും. ഈ ഷെയർ ചെയ്യുന്നതിലും അവരുടെ പേഴ്സണൽ ലൈഫും ഫാമിലി ലൈഫും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതും ടേക്ക് കെയർ ചെയ്യുന്നതും ഒരു ഫീലിംഗ് ഉണ്ട്. ബട്ട് നൗ the personal life and work life has become completely two different things. അപ്പോൾ ആൾക്കാരുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ വർക്ക് ഫോഴ്സിന്റെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സും വർക്ക് ഫോഴ്സിന്റെ പ്രൊഫഷണൽ ഒബ്ജക്റ്റീവ്സും ഒരിക്കലും അലൈൻഡല്ല. അവർക്ക് ഒരിക്കലും ഇപ്പോ നമ്മുടെ ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി വേണം എന്ന് പറയുമ്പോഴും അവരുടെ ക്രിയേറ്റീവ് ആവണമെന്ന് പറയുമ്പോഴും അതിനുവേണ്ടി എന്താണ് ഫൗണ്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? വാട്ട് ആർ ദ ഫൗണ്ടേഴ്സ് പ്രൊവൈഡിങ് ദം ടു ബി ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ്? അത് പണം മാത്രമല്ല. Money is not the only motivation for people to work for anybody. I also feel that there is a sense of dignity there. അതായത് ഒരു പ്രത്യേക സെൻസ് ഓഫ് ഡിഗ്നിറ്റി ഉണ്ടെങ്കിലാണ് ഈ ഡിഗ്നിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് കമ്മ്യൂണിറ്റി. സോ artfulness is also an inquiry into how to provide this dignity and sense of community, even though in a small module. ഇതാണ് artfulnessന്റെ അന്വേഷണം. Then ഇത് അടുത്തത്, ഇപ്പൊ ഇത് ലോകത്തിൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് how to deal with the AI crisis. അതായത് നമ്മുടെ ഫ്രണ്ട് എൻഡ് ജോബുകളും ബേസിക് കോഡിംഗ് പരിപാടികളും അങ്ങനെ മനുഷ്യര് റെപ്പറ്റേറ്റീവ് ആയിട്ട് റിഡണ്ടന്റ് ആയിട്ട് ചെയ്യുന്ന എല്ലാതരം പണികളും, be it IT, be it finance, be it law, these are all going to be thrown out of the window soon. But now what you actually need is people who have design thinking capacities.
visions, we have design thinking capabilities. But how do our employees reach this level? എങ്ങനെയാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ചിന്തിക്കാൻ പറ്റുക? Because they have to identify problems, and ഈ പ്രോബ്ലംസിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ എങ്ങനെയാണ് പറ്റുക? How to have a mind which can identify problems and design solutions around it. പിന്നെ ഒരു കൂട്ടം ഏജൻസിനെ വെച്ച് റൺ ചെയ്യാവുന്ന ഒരു തരം ഇന്റലിജൻസ്, ഒരു തരം തിങ്കിങ്, തോട്ട് ലീഡർ ആവുന്ന ഒരു കേപ്പബിലിറ്റി how to provide. Then creativity deficit എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണ്. നമുക്ക് സ്കൂളിലോ വീട്ടിലോ അല്ലെങ്കിൽ കോളേജുകളിലോ നമ്മൾ ഒരു റോട്ട് ലേണിംഗ് സിസ്റ്റത്തിനകത്ത് പരീക്ഷകൾ എഴുതിപ്പിച്ച് ചെയ്യുന്ന ഒരു കാര്യത്തെ എവിടെയാണ് ആൾക്കാർക്ക് ക്രിയേറ്റിവിറ്റി ഉള്ളത്? How do we demand creativity? So Artfulness is a module where they can actually experience what a creative process is. പിന്നെ അടുത്തത് leadership. The leader thinks that because he is the leader, everybody has to respect him and everybody will understand him. But the leader is also a performer. അപ്പോൾ ഈ ലീഡറിനകത്തുള്ള പെർഫോമർ നമുക്ക് എങ്ങനെ പുറത്തു കൊണ്ടുവരാം? That is another way that Artfulness directs you to. പിന്നെ ഞാൻ അനുഭവിച്ചിട്ടുള്ള, I have myself gone through a lot of trainings inside organizations. I have been part of and I have imparted also trainings. Most of the trainings don't stand because they are not experiential in nature. അതായത് നമ്മൾ കുറെ പ്രസന്റേഷൻ, ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ തലയുടെ മുകളിൽ കൂടെ പോകായിരിക്കും. കാരണം ഓൾറെഡി യു ആർ സ്ലീപ്പി ആൻഡ് ഓൾറെഡി ആ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതേപോലെ തന്നെയാണ് മിക്ക ട്രെയിനിങ് പ്രോഗ്രാംസും. ഡയലോഗുകൾ ഇങ്ങനെ ചെവിയുടെ മുകളിൽ കൂടെ മൂടി പാഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ആക്ച്വലി most of us learn something when we do it. So Artfulness program ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what we do is everybody who is part of the program, they would have created something by the end of the program. ഒരു പ്രോഗ്രാം കഴിയുമ്പോഴേക്കും ഒരു entire creative process-ലൂടെ അവർ കടന്നു പോയിട്ടുണ്ടാവും. So they learn by doing and they stay. Whatever you have learned, it remains. So this is not a session, this is a lived transformation. എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ആവാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് ഒരു പാട്ട് പാടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒരു പാട്ട് പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പണ്ട് വേട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടി ഒരു പാട്ട് പാടും, അല്ലെങ്കിൽ നമ്മൾ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് പാട്ട് പാടും, കൃഷി ചെയ്യുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടും, കൃഷിയിൽ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഡാൻസ് കളിക്കും. നമ്മുടെ വർക്ക് ഫോഴ്സുകൾ അനുഭവിക്കുന്നത് പ്രഷറും കുറെ ക്യൂബിക്കിൾസും അല്ലാത്ത ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് വിരളമാണ്. സോ വി ആസ് ആർട്ടിസ്റ്റ് ആർ ടേക്കിംഗ് ദാറ്റ് മാന്റിൽ ടു പ്രൊവൈഡ് ദീസ് എക്സ്പീരിയൻസസ് ടു corporates or people who are running teams and workforces.